അടിപൊളി മഴ ഇവിടെ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. നേരെ ഇവിടെ വന്ന് നേരത്തെ കൂട്ടിൻ്റെ സ്ഥാനം പിടിച്ചു മഴ കാരണം. ഇനിയിപ്പോൾ എന്തായാലും മഴയായി കാരണം ഇനി ചായ കുടിക്കാമല്ലോ. അപ്പോൾ പുട്ടുണ്ടാക്കിയോ പുട്ടല്ല അട ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇരിക്കുന്നത്. നോക്കി നോക്കാം, ഉണ്ടാക്കി കൊളാവോ അത് അട പുട്ടാവോ പുട്ടടാവോ നോക്കിയിട്ട് വരാം. എന്തായാലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇല കീറാൻ പോയിട്ട് വരാം. അമ്മ നമുക്ക് ഇല പറിക്കാൻ പോവാ. അമ്മേനെ നൈസായിട്ട് ചാക്കിട്ടുണ്ട്. അമ്മ നല്ല മഴ പെയ്യുണ്ടമ്മേ, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് പറിക്കാം. അമ്മ മഴ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പോണേ. അമ്മ വീഴണ്ടട്ടാ, നല്ല പെരുമഴ പെയ്യുന്നുണ്ട്. മതി, അത് മഴ മാറിയിട്ട് പറിക്കാം. അമ്മ എന്തായാലും മഴ ഗവനിക്കാണ്ട് പോയിട്ട് ഇലയൊക്കെ മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നാളികേരം ചിരക്കണം. പുട്ടിനായാലും അടയ്ക്കായാലും നാളികേരം ചിരക്കണം പറയണം. ഇപ്പോൾ അതെന്നെ കൊണ്ടാവും ജീവിക്കാൻ തോന്നുന്നു. എന്താണെന്ന് കണ്ടറിയാം. ഇവിടെ കൊടുങ്കാറ്റും പേമാരും ഒരുമിച്ചാന്ന് പറയുന്ന പോലെ അവസ്ഥ കേട്ടോ. ആദ്യം പെരുമഴ ഇവിടെ, ഒരു രക്ഷയില്ലാത്ത മഴയാ. അയ്യോ കിട്ടുമഴ. ആഹാ, തെങ്ങൊക്കെ ഇടുന്നിട്ട് വിചർമ്മിക്കുക. നമ്മളങ്ങനെ നാളികേരം ചിരകലിങ്ങനെ ആരംഭിക്കാൻ പോകുന്നു. കറക്റ്റ് സമയത്ത് വരുന്നത് ആദ്യത്തെ എന്താണ് നോക്കി നോക്കാം. അപ്പോഴാണത് ഭയങ്കര അത് വൃത്തിയില്ലാവില്ല. ഇതിങ്ങനെ കാണിക്കാൻ പറയണ കുറച്ചുകൂടി ഇനി അവിടെ നിന്ന് ചിരകി ഇത് മൊത്തത്തില് ചിരകാൻ തന്നെ പറയണവര്. പകുതിക്ക് വെച്ചിട്ട് മാറ്റി ഇത് മൊത്തം തന്നെ ചിരകി 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 ചിരകുക. കയ്യിൽ നാളികേരം ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി തിരിച്ചു ഭംഗി. ഇതിങ്ങനെ ഇങ്ങനെ എന്നെ കൊണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഇത്രയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ കാണിച്ചിട്ടുള്ളത് ഇതാണ്. ഇങ്ങനെ ചിരക്കി റൗണ്ടാക്കാനൊക്കെയാണ് പറയണേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താവുന്ന് കണ്ടറിയാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങ ചിരക്കി വെച്ചതും ബെല്ലം കൂടിയിട്ട്, ബെല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ശർക്കര എന്നും ബെല്ലം എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കണം എന്നാണ് പറയണത്. കുക്കറാക്കൂരെന്നെ. അമ്മ അത് കുഴക്കുന്നുണ്ട്. കുറച്ച് ഏലക്കായും കൂടി അതിൽ ഇടുന്നുണ്ട്. ഏലക്കായുടെ ചതച്ചത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അമ്മ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പും പൊടിയും കൂടിയിട്ടിട്ട് ഒരു കുഴ. ഇനി വേറെ ആൾക്കാരില്ല, അവരൊക്കെ തെണ്ടാൻ പോയി കയറി. മഴ കാരണം നേരത്തെ പണി നിർത്തി തന്നതാണ്. സത്യം ഇതിലേറ്റവും ടാസ്ക് പിടിച്ച പരിപാടി ഇതാണ്. മറ്റേ പൊടി ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാന്ന് പറയുന്നത് ഇത്തിരി റിസ്ക്കാണ്. കൈ പൊള്ളാണ്ടൊക്കെ നോക്കുക. കൈ പൊള്ളി ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് കാരണം വീട്ടിൽ അടി ഉണ്ടാക്കിയിൽ കുറവാണെന്നാണ് അമ്മ പറയണേ. എളുപ്പമല്ല, നല്ല പണിയുള്ള പണിയാണ്. അമ്മയും ഭാര്യയും കൂടിയിട്ട് പരത്താള പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. വൈഫിന് അടുത്ത സ്റ്റെപ്പ് അവൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നു. ഇത്ര നേരം അവളായിരുന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവളൊന്ന് സെറ്റായിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെമ്പിലേക്ക് ഇഡ്ഡലി ചെമ്പിലാണ് കൂടി ഉണ്ടാക്കണേ. കയറി ആളനകത്ത് ആവി കയറ്റാൻ വെച്ചു.
കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് പുറത്തേക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സംഭവം നന്നായിട്ട് ആവിയും കാര്യങ്ങളൊക്കെ വന്ന് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. സംഭവം ആയിട്ടുണ്ട്. ഇല ഇങ്ങനത്തെ കളറായി കഴിഞ്ഞാൽ സെറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ അട സെറ്റായി. ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ കാണിച്ചു തരാം. നല്ല പെരുമഴ പുറത്ത് ഇങ്ങനെ പെയ്യുണ്ട്. നല്ല ചൂടാണ്. പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.